गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश धारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 11-ാമത്തെ അധ്യായം വിശ്വരൂപം എന്നുള്ള അധ്യായമാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 20-ാമത്തെ ശ്ലോകം 21-ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് അതിന് ശേഷമുള്ള ശ്ലോകങ്ങൾ വായിക്കാം. അപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് അർജുനന് വിശ്വരൂപം ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാന്റെ ഐശ്വര്യങ്ങളെക്കുറിച്ചും ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ചൊക്കെ അർജുനൻ കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ട സമയത്ത് അർജുനന് ആ ഭഗവാന്റെ ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള രൂപം ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. ആ ഒരു ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള രൂപം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ വിശ്വരൂപം കാണണമെന്ന് അർജുനൻ അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് വിശ്വരൂപം ദർശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രത്യേകം കണ്ണുകൾ നിനക്ക് നൽകാം. ദിവ്യം ദദാമിതേ ചക്ഷു, ദിവ്യമായിട്ടുള്ള ചക്ഷുസ് കണ്ണുകൾ നിനക്ക് നൽകാം. ആ കണ്ണുകൾ ഉപയോഗിച്ച് നിനക്ക് വിശ്വരൂപം കാണാൻ സാധിക്കും. ഇതിന്റെ മുന്നേ ആരും കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായിട്ടുള്ള രൂപങ്ങളെല്ലാം നിനക്ക് കാണാം. നീ എന്തെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നിനക്ക് കാണാം. ഇനി ഭാവിയിൽ നീ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നത് കൂടി നിനക്ക് ഇവിടെ കാണാം എന്ന് ഭഗവാൻ പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ വിശ്വരൂപം പ്രദർശിപ്പിക്കാൻ ആരംഭിച്ചു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അർജുനൻ വിശ്വരൂപ ദർശനത്തിന് വേണ്ടി അപേക്ഷിച്ചത് അർജുനന്റെ ഒരു ആഗ്രഹമായിരുന്നില്ല. അർജുനന് വിശ്വരൂപത്തിൽ വലിയ താല്പര്യമില്ല. കാരണം നേരത്തെ തന്നെ ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അർജുനൻ. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള 2 കൈകളോട് കൂടിയുള്ള രൂപമാണ് അർജുനന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. ഭക്തന്മാർക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയമായിട്ടുള്ളത് ഭഗവാന്റെ ദ്വിഭുജ രൂപമാണ്. 2 കൈകളുള്ള രൂപമാണ്. ശ്രീകൃഷ്ണ രൂപമാണ് ഇഷ്ടം. പക്ഷേ ഭൗതികരായിട്ടുള്ള വ്യക്തികൾക്ക് ഈശ്വരൻ എന്ന് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും എല്ലാം അത്ഭുതങ്ങളൊക്കെ കാണിക്കണം. അത് വലിയ രൂപമായിരിക്കണം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപമായിരിക്കണം എന്ന് അവർ സങ്കല്പിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു വിശ്വരൂപം ഭൗതികരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രകടിപ്പിക്കാൻ അർജുനൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷനായിട്ടുള്ള വ്യക്തി, എല്ലാറ്റിന്റെയും ഉറവിടമായിട്ടുള്ള വ്യക്തി എന്നെല്ലാവരും അറിയണം. അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ വിശ്വരൂപ ദർശനത്തിന് വേണ്ടി ഭഗവാനോട് അപേക്ഷിച്ചത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന കലിയുഗത്തിൽ ഒരുപാട് വ്യക്തികൾ ഞാൻ ഭഗവാന്റെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവർക്ക് യഥാർത്ഥ ഭഗവാനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു മാനദണ്ഡം കൂടിയാണ്, ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡമാണ് ഈ വിശ്വരൂപം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഞാൻ ഈശ്വരനാണ്, ഞാൻ അവതാരമാണ് എന്ന് പറയുകയാണെങ്കിൽ അവരോട് നമ്മൾക്ക് ചോദിക്കാൻ സാധിക്കും, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാനാണെന്ന് പറഞ്ഞു, ഭഗവാൻ വിശ്വരൂപം പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതേപോലെ അങ്ങും നിങ്ങളും ഭഗവാനാണെങ്കിൽ, ഈശ്വരനാണെങ്കിൽ നിങ്ങളും വിശ്വരൂപം പ്രദർശിപ്പിക്കണം എന്ന് നമ്മൾക്ക് ചോദിക്കാനുള്ള ഒരു മാനദണ്ഡം കൂടി ഈ അർജുനന്റെ ചോദ്യത്തിന്റെ പുറകിലുണ്ട്, അർജുനന്റെ ആഗ്രഹത്തിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഭഗവാൻ വിശ്വരൂപം പ്രദർശിപ്പിച്ച സമയത്ത് സഞ്ജയൻ ധൃതരാഷ്ട്രന് ആ വിശ്വരൂപത്തിനെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരുപാട് തലകളും ഉടലുകളും കൈകളും ഒക്കെയുള്ള വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ രൂപം.
അനേകം ആഭരണങ്ങളും ദിവ്യമായിട്ടുള്ള ആഭരണങ്ങളും അനേക ആയുധങ്ങളും ദിവ്യമായിട്ടുള്ള ആയുധങ്ങളും മാലകളും ഒക്കെ ധരിച്ചിട്ടുള്ള വലിയ രൂപം, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, എവിടെയാണ് തുടക്കം, എവിടെയാണ് മധ്യം, എവിടെയാണ് അറ്റം എന്നൊന്നും കാണാൻ സാധിക്കാതെ അത്രയും വലിയ രൂപം അർജുനൻ കാണുന്നതായിട്ട് സഞ്ജയൻ പറഞ്ഞു കൊടുത്തു. മാത്രമല്ല അർജുനൻ ഭഗവാന്റെ ശരീരത്തിൽ ഈ സർവഗ്രഹങ്ങളെയും ഈ പ്രപഞ്ചത്തിനെ മുഴുവനും 14 ലോകങ്ങളും ബ്രഹ്മലോകം മുതൽ പാതാളം വരെയും അതിന്റെ താഴെ ഗർഭോദക സമുദ്രം വരെയും ഗർഭോദക സമുദ്രത്തിലെ അനന്തശേഷനെയും അർജുനൻ കണ്ടു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായി. അതിനുശേഷം നേരിട്ട് അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തിനെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അർജുനൻ വിശ്വരൂപത്തിനെ കണ്ട സമയത്ത് അർജുനന്റെ ഭാവത്തിൽ ഒരു മാറ്റമുണ്ടായി എന്ന് നമ്മൾക്ക് മനസ്സിലായി അല്ലെ? അർജുനന്റെ യഥാർത്ഥ ഭാവം, ഭഗവാനോടുള്ള ഭാവം എന്താണ്? വിശ്വരൂപം ദർശിച്ച സമയത്ത് അർജുനന് എന്ത് ഭാവമാറ്റമാണ് ഉണ്ടായത്? അർജുനന്റെ രസത്തിൽ ഒരു മാറ്റം ഉണ്ടായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? സുഹൃത്തുനിന്ന് ആശ്ചര്യമായി ഭയം എല്ലാം ഉണ്ടായി. ആദ്യം സുഹൃത്ത് ഭാവമായിരുന്നു, അതിന്ന് ആശ്ചര്യഭാവത്തിലേക്ക് വന്നു. അർജുനൻ യഥാർത്ഥത്തിൽ ഭഗവാന്റെ സുഹൃത്താണ്. സാഖ്യരസമാണ് ഭഗവാനും അർജുനനും തമ്മിലുള്ളത്. വളരെ അടുത്ത ബന്ധമാണ്, ക്ലോസ് റിലേഷൻഷിപ്പാണ്. അതിൽ ആരാധനാഭാവം കുറവായിരിക്കും. സുഹൃത്തുക്കളായിരിക്കുമ്പോൾ പരസ്പരം ആരാധനയല്ല, പരസ്പരം വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടാകുന്നത്. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് കിടന്നുറങ്ങും. ഇങ്ങനെ ഏറ്റവും അടുത്ത ബന്ധമാണുള്ളത്. പക്ഷെ ഈ വിശ്വരൂപം കണ്ട സമയത്ത് ആ ഒരു ഭാവത്തിൽ മാറ്റമുണ്ടായി. ആ സുഹൃബന്ധം കുറച്ച് അകലാൻ തുടങ്ങി. ഒരു ആരാധനാ ഭാവത്തിലേക്ക് അർജുനന്റെ ഭാവമാറ്റം സംഭവിക്കുന്നത് അവിടെ വിവരിക്കുന്നുണ്ട്. ആശ്ചര്യഭാവമാണ് അർജുനൻ ഉണ്ടായത്. അത്രയും വലിയ രൂപം, ഇതുവരെ കാണാത്ത ഒരു രൂപം അർജുനൻ കണ്ടു. അപ്പൊ ആരാധനയോടുകൂടി കൈകൂപ്പിക്കൊണ്ട് പ്രണമിച്ചുകൊണ്ട് അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അതിൽ അർജുനൻ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ ശരീരത്തിൽ ബ്രഹ്മാണമീശം കമലാസനസ്ഥം, ബ്രഹ്മാവ്, അതേപോലെ രുദ്രൻ, ഇങ്ങനെയുള്ള എല്ലാ ദേവന്മാരെയും ഞാൻ കാണുന്നുണ്ട്, എല്ലാ ഉരകങ്ങളെയും കാണുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളെയും ഞാൻ അങ്ങയുടെ ശരീരത്തിൽ കാണുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഭഗവാന്റെ ശരീരത്തിൽ കാണുന്നുണ്ട്. ഭഗവാന്റെ ശരീരത്തിൽ നിന്നും തേജസ് പരക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സമയത്ത് ഭഗവാന്റെ വ്യത്യസ്ത മുഖങ്ങളിൽ നിന്ന് തീ പാളുന്നതായിട്ട് അർജുനൻ കാണുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ മാറി മാറി അർജുനൻ ഭഗവാന്റെ ശരീരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുനൻ വിവരിക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആ വിശ്വരൂപം യുദ്ധഭൂമിയിൽ പലർക്കും കാണാൻ സാധിച്ചിട്ടില്ല. അർജുനൻ ഭഗവാനെ നോക്കി നിൽക്കുന്നത് പോലെ തന്നെയാണ് ആളുകൾക്ക് കാണുന്നത്. പക്ഷെ മറ്റു ലോകത്തിലുള്ള പല ഉന്നത ഗ്രഹനിവാസികൾക്കും ഭഗവാന്റെ വിശ്വരൂപം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് അർജുനൻ പറയുന്നുണ്ട്. 20ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. ധ്യാവാ പ്രതിദ്യോരിതം അന്തരം ഹി വ്യാപ്തം ത്വയേകേന ദിശിശ്ച സർവ ദൃഷ്ടാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യതിതം മഹാത്മ. ത്രിലോകങ്ങളിൽ മറ്റു പലരും ഭഗവാന്റെ രൂപം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ദേവന്മാര്, അതേപോലെ സിദ്ധന്മാര്, മഹർഷിമാര്, ഇവരൊക്കെ ഭഗവാന്റെ രൂപം കാണുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ദേവന്മാരെന്താണ് ഭഗവാനെ കണ്ടപ്പോൾ ചെയ്തത്? മഹർഷിമാർ ഭഗവാന്റെ വിശ്വരൂപം കണ്ടപ്പോൾ അവരെന്താണ് ചെയ്തത് എന്നെല്ലാം, സിദ്ധന്മാരെന്താണ് ചെയ്തത്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. 21ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ദേവന്മാർ ഭഗവാനെ കണ്ട സമയത്ത് അവർ പലരും ഭഗവാന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. പലരും കൈ കൂപ്പിക്കൊണ്ട് ഭയന്ന് കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. മഹർഷിമാരും സിദ്ധന്മാരും ഭഗവാനെ വേദങ്ങളിലെ സ്തുതികൾ, വേദസൂക്തങ്ങൾ ഉപയോഗിച്ച്
ഭഗവാനെ പ്രകീർത്തിക്കാൻ ആരംഭിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ഇനിയുള്ള 22ാമത്തെ ശ്ലോകം നമുക്ക് ഇപ്പോൾ വായിക്കാം. ഇതിന് ഭാവാർത്ഥം അധികം ശ്ലോകത്തിനുമില്ല, വിവർത്തനം മാത്രമാണുള്ളത്. ശ്ലോകം വിവർത്തനം വായിക്കാം. 22ാമത്തെ ശ്ലോകം. രുദ്രാദിത്യാവസവോ ഏച സാധ്യ വിശ്വേശിനോ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവേക്ഷാസുരസിദ്ധസംഘ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. പരമശിവന്റെ വിവിധ ആവിർഭാവങ്ങളും കൂടാതെ ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, വിശ്വദേവന്മാർ, അശ്വനീ ദേവതകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നീ വിവിധ രൂപധാരികളും ആശ്ചര്യത്തോടെ അങ്ങേ നോക്കുന്നു. വിശ്വരൂപം ദർശിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ അർജുനൻ പറയുന്നത്. ആരൊക്കെയാണ് വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നും ഭഗവാന്റെ ഈ വിശ്വരൂപത്തിനെ ദർശിക്കുന്നത് എന്ന് പറയുന്നത്? രുദ്രന്മാരെല്ലാവരും ഭഗവാന്റെ രൂപം കാണുന്നുണ്ട്. ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, വിശ്വദേവന്മാർ, അശ്വിനി ദേവതകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നീ വിവിധ രൂപധാരികളും ആശ്ചര്യത്തോടെ അങ്ങേ നോക്കുന്നു. അപ്പം അവർക്ക് എല്ലാവർക്കും ഇത് പുതുമയുള്ള രൂപമാണ്. ആദ്യമായിട്ടാണ് അവർ ഈ ഒരു വിശ്വരൂപം ദർശിക്കുന്നത്. അവരെല്ലാവരും ആശ്ചര്യത്തോടുകൂടി, ഭയത്തോടു കൂടിയിട്ടാണ് ഭഗവാന്റെ രൂപത്തെ കാണുന്നത് എന്ന് പറയും. അവർ കാണുന്ന ആ ഒരു രൂപത്തിനെ കുറിച്ചും ഇപ്പോൾ അർജുനൻ കാണുന്ന രൂപത്തിനെ കുറിച്ചും അടുത്ത ശ്ലോകത്തിൽ അർജുനൻ പറയുന്നുണ്ട്. രൂപം മഹത്തേ ബഹുവത്ര നേത്രം മഹാബാഹോ ബഹുബാഹോരുപാദം ബഹൂതരം ബഹുദംശ്രാകരാളം ദൃഷ്ട്വാ ലോകാ പ്രവിദിതാസ്തദാഹം. എങ്ങനെയുള്ള രൂപമാണ് അർജുനൻ കാണുന്നത്? രൂപം മഹത്തേ ബഹുവത്ര നേത്രം. ഭഗവാന്റെ ശരീരത്തിൽ ഒരുപാട് മുഖങ്ങളും ഒരുപാട് കണ്ണുകളും ഉള്ള രൂപം കാണുന്നുണ്ട്. മാത്രമല്ല മഹാബാഹോ ബഹുബാഹോരുപാദം, ധാരാളം കൈകളും ധാരാളം പാദങ്ങളും ഭഗവാന്റെ ശരീരത്തിൽ ദർശിക്കുന്നുണ്ട്. ബഹൂതരം ബഹുദംശാകരാളം, ധാരാളം വയറുകളും ഭഗവാന്റെ ശരീരത്തിൽ കാണുന്നുണ്ട്. ബഹുദംശാകരാളം, മാത്രമല്ല ഭഗവാന്റെ ശിരസ്, ഭഗവാന്റെ വായ്കൾ, ഭഗവാന്റെ വായിൽ നിന്നും വലിയ ദംഷ്ടകൾ പുറത്തേക്ക് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബഹുദംശാകരാളം, കണ്ടിട്ട് പേടിയാകുന്ന, ഭയപ്പെടുത്തുന്ന രൂപമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെയുള്ള ദേവന്മാരുടെ രൂപമൊന്നുമല്ല കാണുന്നത്. ഇപ്പോൾ കാണുന്നത് വലിയ വായ്കൾ പിളർന്നു നിൽക്കുന്ന, ദംഷ്ടകൾ പുറത്തേക്ക് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ ബീഭത്സമായിട്ടുള്ള രൂപത്തെയാണ് അർജുനൻ കാണുന്നത് എന്ന് പറയുന്നു. ബഹുദംശാകരാളം, ബഹുദംഷ്ട, ധാരാളം ദംഷ്ടകൾ, പല്ലുകളല്ല. പല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്ക്കകത്തായിരിക്കും. ദംഷ്ടകൾ എന്ന് പറയുമ്പോൾ വായിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ് ദംഷ്ട്ര എന്ന് പറയുന്നത്. അങ്ങനെ വളഞ്ഞ ദംഷ്ടകളൊക്കെ കാണിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ഭീകരമായിട്ടുള്ള ഒരു രൂപമാണ് ഇപ്പോൾ അർജുനൻ കാണുന്നത്. അത് കണ്ടിട്ട് അർജുനനും മറ്റുള്ളവർക്കും എന്ത് മാറ്റമാണ് ഉണ്ടായത്, അവർക്ക് എന്ത് പ്രതികരണമാണ് ഉണ്ടായത്, അവരുടെ മനസ്സിൽ എന്താണ് തോന്നിയത് എന്നും അർജുനൻ പറയുന്നുണ്ട്. ദൃഷ്ട്വാ ലോകാ പ്രവിദിതാസ്തദാഹം. ഈ ഒരു രൂപം കാണുന്ന സമയത്ത് എനിക്ക് ഭയമാണ് ഉണ്ടാകുന്നത്. ദൃഷ്ട്വാ ലോകാ പ്രവ്യതിഥ, വ്യഥയാണ് ഉണ്ടാകുന്നത്. മനസ്സ് അസ്വസ്ഥമാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാന്റെ എല്ലാ രൂപവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട്. എല്ലാ ഭാവവും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപത്തിനെയാണ് ആരാധിക്കുന്നത്. ചില രൂപങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഈ ഒരു രൂപം കാണുന്ന സമയത്തും അർജുനന്റെയും ലോകത്തിലുള്ള മറ്റുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ഗന്ധർവന്മാർ, ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, സിദ്ധർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, പിതൃക്കൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ മനസ്സിൽ അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. അവർക്ക് സമാധാനമല്ല ഉണ്ടാകുന്നത്, ഭയമാണ് ഉണ്ടാകുന്നത് എന്ന് അർജുനൻ തുറന്ന് പറയുകയാണ്. അപ്പം അർജുനന് ഏകദേശം മതിയായി, ഈ വിശ്വരൂപം കണ്ടിട്ട് മതിയായി. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അർജുനൻ ഇങ്ങനെ വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞത്. ഇത്രയും ഭീകരമായിരിക്കുമെന്ന് അർജുനൻ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അർജുനൻ തുറന്നു പറയുന്നു, ഈ വിശ്വരൂപം കണ്ടിട്ട് ലോകനിവാസികളും ഞാനും അസ്വസ്ഥരാകുന്നു.
മനസ്സിൽ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. വീണ്ടും ആ ഒരു രൂപത്തിനെ കുറിച്ച് അർജുനൻ 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്തവിശാല നേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യതിധാന്തരാത്മാ ധൃതിം ന വിന്ദാമേ ശമം ച വിഷ്ണു. അല്ലയോ സർവവ്യാപിയായ വിഷ്ണു, ആകാശം മുട്ടുന്ന അങ്ങേ അനേക വികിരണ വർണ്ണജാലങ്ങളോട് കൂടിയും പിളർന്ന വായോടും കൂടിയും തിളങ്ങുന്ന വലിയ കണ്ണുകളോടും കൂടിയും കണ്ടിട്ട് എൻ്റെ മനസ്സ് ഭയം കൊണ്ട് അസ്വസ്ഥമാകും. എനിക്ക് എൻ്റെ ധൈര്യത്തെയോ മനസ്സിന്റെ സന്തുലനത്തെയോ നിലനിർത്താൻ കഴിയുന്നില്ല. നഭസ്പൃശം ദീപ്തം അനേകവർണം, ആകാശം മുട്ടുന്ന ശരീരമാണ് ഭഗവാന്റേത് എന്ന് പറയുന്നു. ദീപ്തം അനേകവർണം, ഒരുപാട് നിറങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വികിരണങ്ങൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. വ്യാത്താനനം ദീപ്ത വിശാല നേത്രം, ഭഗവാന്റെ വായകൾ തുറന്നു പിടിച്ചിരിക്കുകയാണ്. ആ ദംഷ്ടകളോട് കൂടിയിട്ടുള്ള വായകളൊക്കെ തുറന്നു പിടിച്ചിരിക്കുകയാണ്. വ്യാത്താനനം, തുറന്ന വായകളാണ്. ദീപ്ത വിശാല നേത്രം, ഭഗവാന്റെ വിശാലമായിട്ടുള്ള കണ്ണുകൾ, വലിയ കണ്ണുകളാണ്. വലിയ കണ്ണുകളിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നു. ദീപ്തം, കണ്ണുകളിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. ദീപ്ത വിശാല നേത്രം ദൃഷ്ട്വാഹിത്വം പ്രവിദിതാന്തരാത്മാ, ഇങ്ങനെയുള്ള ഒരു രൂപം കണ്ടിട്ട് എനിക്ക് ഭയമാണ് ഉണ്ടാകുന്നത് എന്ന് അർജുനൻ തുറന്നു പറയുകയാണ്. ദൃഷ്ട്വാഹിത്വം പ്രവ്യതിത അന്തരാത്മാ, എൻ്റെ ഉള്ളിൽ വലിയ അസ്വസ്ഥത, ഭയമുണ്ടാകുന്നു എന്ന് പറയുന്നു. ധൃതിംന വിന്ദാമി ശമം ച വിഷ്ണു. യഥാർത്ഥത്തിൽ അർജുനന് തല ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അല്ല, എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ മനസ്സിന് അസ്വസ്ഥമായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല. തല കറങ്ങുന്ന പോലെ അർജുനന് തോന്നാൻ തുടങ്ങിയെന്ന് അർജുനൻ പറഞ്ഞു. ദംഷ്ടാകരാളാനി ച മേ തേ മുഖാനി ദൃഷ്ടൈവ കാലാൻ അലസന്നിഭാനി ദിശോന ജാനേന ലഭേച്ച ശർമ്മ പ്രസീത ദേവേശ ജഗന്നിവാസ്. അല്ല, സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട്, കുട്ടികൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ യന്ത്ര ഊഞ്ഞാലിലൊക്കെ കയറണം എന്ന് ആദ്യം വാശി പിടിക്കും. പിന്നെ കയറിക്കഴിഞ്ഞാൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും. അതേപോലെ ഈ അർജുനന്റെ അവസ്ഥ. ആദ്യം വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞു. വിശ്വരൂപം ദർശിച്ചപ്പോൾ അർജുനൻ ഇപ്പോൾ അവസാനം പറയുന്നത് എന്താണ്? ദിശോന ജാനേന ലഭേജ ശർമ്മ. എനിക്ക് എൻ്റെ സമനില തെറ്റുന്നുണ്ട്, എനിക്ക് വിഭ്രമം അനുഭവപ്പെടുന്നുണ്ട്, എൻ്റെ തല ചുറ്റിക്കറങ്ങുന്നുണ്ട്, അതുകൊണ്ട് അങ്ങ് പ്രസാദിക്കണം, ഇതൊന്നും നിർത്തണം എന്നുള്ള രീതിയിലാണ് ഇപ്പം അർജുനൻ പറയുന്നത്. ഇനി അർജുനൻ മറ്റൊരു രൂപം കൂടി, മറ്റൊരു ദൃശ്യം കൂടി കാണുന്നുണ്ട്. ആ കാണുന്ന ദൃശ്യം എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ, 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാനനിപാലസംഖ്യൈ ഭീഷ്മോ ദ്രോണസൂതപുത്രസ്തഥാസു സഹാസ്മദീയൈരപി യോധമുഖ്യൈ വക്രാണി തേ തുരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിത് ലഗ്നാദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈ. ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മർ, ദ്രോണൻ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരുമെല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വായ്കളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. ആ ദംഷ്ടകൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസ്സുകൾ ചതഞ്ഞ് അരയുന്നു. വളരെ ഭീകരമായിട്ടുള്ളൊരു ദൃശ്യമാണ് അർജുനൻ കാണുന്നത്. അമീചത്വം ധൃതരാഷ്ട്രസ്യ പുത്രാഹ, ധൃതരാഷ്ട്രന്റെ എല്ലാ പുത്രന്മാരും സർവേ സഹൈവ അനിപാലസംഖ്യ, അവരുടെ എല്ലാ അനുയായികളും സേനാനായകന്മാരും എല്ലാവരും ഭീഷ്മർ, ദ്രോണൻ, സൂതപുത്രസ്തദാസൗ, ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തദാസൗ, ആരെയും ഒഴിവാക്കുന്നില്ല. എല്ലാവരും വലിയ വലിയ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ, സേനാനികൾ, പിതാമഹന്മാർ, ഇവരെല്ലാവരും ആരെയും ഒഴിവാക്കാതെ ഭഗവാന്റെ ശരീരത്തിലേക്ക്, ഭഗവാന്റെ വായിലേക്ക് തള്ളപ്പെടുകയാണ്, ഭഗവാന്റെ വായിലേക്ക് കടന്നു പോവുകയാണ് എന്നാണ് പറയുന്നത്. ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തദാസു. സൂതപുത്രൻ എന്ന് പറയുന്നത് കർണനെയാണ്. കർണൻ, ഭീഷ്മൻ, ദ്രോണൻ ഇവരെല്ലാവരും അടങ്ങുന്ന സേനാനായകന്മാരെല്ലാവരും അടക്കം എല്ലാവരും
വക്ത്രാണിത്വേ തുരമാണ വിശന്തി. എങ്ങോട്ടാണ് പോകുന്നത്? അവരെല്ലാവരും ഭഗവാന്റെ തുറന്നു പിടിച്ചിരിക്കുന്ന വായ്ക്കുള്ളിലേക്ക്, ഭീകരമായിട്ടുള്ള വായ്ക്കുള്ളിലേക്ക് വളരെ വേഗത്തിൽ, തുരമാണ വിശന്തി, വളരെ വേഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. എല്ലാവരും വലിയൊരു നദി പ്രവഹിക്കുന്നത് പോലെ ഭഗവാന്റെ വായ്ക്കകത്തിലേക്ക് സൈന്യത്തിലെ എല്ലാ വ്യക്തികളും, ഭടന്മാരും യോദ്ധാക്കൾ എല്ലാവരും പ്രവേശിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ദംശാകരാളാനി ഭയാനകാനി കേചിദ്ഗലഗ്നോ ദശനാന്തരേഷു സംദൃശ്യന്തേ ചോർണിതൈരുത്തമാനി. ഭഗവാന്റെ ഭയപ്പെടുത്തുന്ന ആ ഒരു ദംഷ്ടകൾക്കിടയിൽ അവരുടെ ശിരസ്സുകൾ പെട്ടുപോകുന്നു. ശിരസ്സുകൾ ഭഗവാന്റെ ദംഷ്ടകൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞു പോവുകയാണ് എന്നാണ് പറയുന്നത്. സംദൃശ്യന്റെ ചൂർണിതൈരുക്തമാക്കി, ചൂർണമായി പോകുന്നു. ചൂർണം എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോകുന്നു എന്ന് പറയും. ഇങ്ങനെ ഒരു വലിയ ഒരു ദൃശ്യം, ഭയാനകമായിട്ടുള്ള ദൃശ്യം അർജുനന് കാണേണ്ടി വന്നു. അർജുനൻ കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നീ കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൗരവരുടെ ആ പരാജയവും കൗരവപക്ഷത്തിലുള്ള എല്ലാവരും സൈനികരും ഇല്ലാതായി തീരുന്നതും അർജുനൻ കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആ സൈന്യം മുഴുവൻ ഭഗവാന്റെ വായിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് എന്നുള്ളതിന് രണ്ട് ഉപമകൾ കൂടി, രണ്ട് ഉദാഹരണങ്ങൾ കൂടി അടുത്ത 2 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവരെല്ലാവരും കൂടി, ഇത്രയും വലിയൊരു സൈന്യം, കോടിക്കണക്കിന് യോദ്ധാക്കളുള്ള ആ സൈന്യം മുഴുവൻ ഭഗവാന്റെ വായിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥാ നദീനാം ബഹവോംബുവേഗ സമുദ്രമേവാഭിമുഖ ദ്രവന്തി തഥാ തവാമി നരലോകവീര വിശന്തി ഭക്ത്രാണ്യഭിവിജ്വലന്തി. യഥാ നദീനാം ബഹവോംബുവേഗ സമുദ്രമേവാഭിമുഖ ദ്രവന്തി. ഏതുപോലെയാണോ വലിയൊരു നദി വളരെ ശക്തമായിട്ടുള്ള ഒഴുക്കിലൂടെ ശക്തമായി ഒഴുകി സമുദ്രത്തിൽ പ്രവേശിക്കുന്നത്, എല്ലാ നദികളും ഒഴുകി അവസാനം സമുദ്രത്തിലാണ് പ്രവേശിക്കുന്നത്. അതേപോലെ ശക്തമായിട്ടുള്ള ഒരു നദി ഒഴുകി വളരെ വേഗത്തിൽ പാഞ്ഞ് സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെ ഈ സൈന്യം മുഴുവൻ ഒരു വലിയ നദി പോലെ ഒഴുകി ഭഗവാന്റെ വായിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ അർജുനൻ കാണുന്നത്. വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. ഭഗവാന്റെ വായിൽ എല്ലാ സൈനികരും പ്രവേശിക്കുന്നു. മറ്റൊരു ഉദാഹരണം കൂടി 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തിനാശായ സമൃദ്ധവേഗ തഥൈവ നാശായ വിശന്തി ലോക തമാഭിവക്ത്രാണി സമൃദ്ധവേഗ. രാത്രി സമയത്ത്, മഴക്കാലം തുടങ്ങുന്ന സമയത്ത്, ആദ്യത്തെ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് ഒരുപാട് പതംഗ പാറ്റകൾ, പാറ്റകൾ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. 100 കണക്കിന് 1000 പാറ്റകൾ അങ്ങനെ പറന്നു വരുന്നതായിട്ട് കാണാം. എവിടെയെങ്കിലും ഒരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ട്യൂബ് ലൈറ്റിലേക്കാണ് വരുന്നത്. പണ്ട് കാലത്ത് ആളുകൾ തീ കത്തിക്കും. ആ തീയിലേക്ക് എല്ലാ പാറ്റകളും ആ തീയുടെ പ്രകാശം കണ്ട് അതെന്തോ ഭക്ഷിക്കാനുള്ള വസ്തുവാണ് എന്ന് വിചാരിച്ച് ഈ പാറ്റകളെല്ലാം തീയിലേക്ക് വരുന്നതായിട്ട് കാണാം. കൂട്ടം കൂട്ടമായിട്ട് തീയിലേക്ക് വരും. തീയുടെ അടുത്തെത്തുമ്പോൾ തന്നെ അവരുടെ ചിറകൊക്കെ കരിഞ്ഞ് അത് ചത്തു വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ കൂട്ടമായിട്ട് പാറ്റകൾ തീയിലേക്ക് വന്ന് വീഴുന്നത് പോലെയാണ് ഈ സൈനികരെല്ലാം ഭഗവാന്റെ വായിലേക്ക് പ്രവേശിച്ച് അവരുടെ ശരീരം നശിച്ച് വീഴുന്നത് എന്ന് ഇവിടെ മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തിനാശായ സമൃദ്ധവേഗ തഥൈവ നാശായ വിശന്തി ലോക തവാഭിവക്ത്രാണി സമൃദ്ധവേഗ. എല്ലാ സൈനികരെയും നശിപ്പിക്കുന്നതിന് എന്തുമാത്രം മതി? ഭഗവാൻ ഒരു ആയുധത്തിന്റെയും ആവശ്യമില്ല. ഭഗവാന്റെ ആ ദംഷ്ടകൾ മാത്രം മതി. ഭഗവാന്റെ ദംഷ്ടകൾ കൊണ്ട് ഒരു ആയുധവും എടുക്കാതെ, ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ആയുധം എടുക്കുകയില്ല. ഒരു ആയുധം എടുക്കാതെ തന്നെ എല്ലാ സൈനികരും ഭഗവാന്റെ വായ്ക്കകത്ത് പെട്ട് ഇല്ലാതായി തീരുന്നത്, അവരുടെ ശരീരം നശിച്ചു പോകുന്നത് അർജുനന് കാണാൻ സാധിച്ചു. ഇതുപോലെ വലിയ നദീപ്രവാഹം സമുദ്രത്തിലേക്ക് ഒഴുകി ആ നദി ഇല്ലാതായി തീരുന്നത് പോലെ, അതല്ലെങ്കിൽ മഴക്കാലത്ത് പാറ്റകൾ എല്ലാം കൂട്ടമായി പറന്നു വന്ന് അഗ്നിയിൽ പെട്ട് മരിച്ചു വീഴുന്നത് പോലെ
ആ സൈനികരെല്ലാം ഭഗവാന്റെ വായിൽ പ്രവേശിച്ച് ഇല്ലാതായി തീർന്നു എന്ന് പറയും. ലേലിഹ്യസേഗ്രസമാനസമന്ത ലോകാൻ സമഗ്രാൻ വദനേർജ്വലദ്ഭി തേജോഭിരാഭൂര ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാപ്രതമന്തി വിഷ്ണു. ആ സമയത്ത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉഗ്രമായിട്ടുള്ള തേജസ് പുറത്തേക്ക് വരുന്നതായിട്ട് അർജുനൻ കാണുകയാണ്. ആ തേജസ് പ്രപഞ്ചത്തിനെ മുഴുവൻ ദഹിപ്പിക്കുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള പ്രകാശമാണ്, ശക്തമായിട്ടുള്ള തേജസ്സാണ്, ഉഗ്രമായിട്ടുള്ള തേജസ്സാണ് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് എന്ന് പറയുന്നു. ഇതെല്ലാം കൂടി കണ്ട സമയത്ത് അർജുനന് വലിയ ഭ്രമമായി. ആ ഭ്രമത്തോടു കൂടി അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഇത് ഇങ്ങനെയൊരു രൂപം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഭഗവാന്റെ പുഞ്ചിരിച്ചു നിൽക്കുന്ന രണ്ടു കൈകളോട് കൂടിയിട്ടുള്ള ശ്യാമസുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപം, അതാണ് അർജുനൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതാണ് അർജുനന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയൊരു രൂപം കണ്ട സമയത്ത് അർജുനന് ഇതാരാണ്, ഇതൊരു പുതിയ വ്യക്തിയാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ് എന്ന് വിചാരിച്ച് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ്? ഇതുവരെ ഞാൻ കണ്ട വ്യക്തിയല്ല. അല്ലെ, നരസിംഹ അവതാരം എടുത്ത സമയത്ത് ലക്ഷ്മി ദേവി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി പോലും അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. അതേപോലെ ഭഗവാന്റെ ഈ ഒരു ഉഗ്രരൂപം കണ്ട സമയത്ത് അർജുനനും ഇതുവരെ പരിചയമില്ലാത്ത രൂപമാണ്, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്, അങ്ങയുടെ ഉദ്ദേശം എന്താണ് എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നതാണ്, ആഖ്യാഹിമേകോ ഭവാൻ ഉഗ്രരൂപോ നമസ്തുതേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി. എങ്ങനെയാണ് ഇനി ഈ ഭഗവാന്റെ ഉഗ്രരൂപത്തിൽ നിന്ന് ഭഗവാനെ ശാന്തനാക്കേണ്ടത് എന്ന് അർജുനന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. നേരത്തെയും ഭഗവാനോട് പ്രസാദിക്കണം എന്ന് പറഞ്ഞു, പ്രസാദിക്കൂ. ഇപ്പോഴും വീണ്ടും ഇവിടെ പറയുന്നു, നമോസ്തുതേ ദേവവരപ്രസീത, ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു, അങ്ങ് കനിയണം, അങ്ങ് പ്രസാദിക്കണം. ഇത്രയും ഒരു ഉഗ്രമായിട്ടുള്ള രൂപം എനിക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല. ആഖ്യാഹിമേ കോ ഭവാൻ ഉഗ്രരൂപം, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ് അങ്ങയുടെ ഉദ്ദേശം, എനിക്ക് ഇതുവരെ പരിചയമില്ല. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി, അങ്ങയുടെ പ്രവൃത്തി, അങ്ങയുടെ ഉദ്ദേശം എന്താണ് എന്നും എനിക്ക് അറിയുകയില്ല എന്ന് അർജുനൻ പറഞ്ഞു. നഹി പ്രജാനാമി തവ പ്രവൃത്തി, അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കൊരു ധാരണയും കിട്ടുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ആ സമയത്ത് മറുപടി നൽകുകയാണ്. ഭഗവാൻ അർജുനന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. അർജുനൻ 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ് അങ്ങയുടെ ഉദ്ദേശം, ഇതാണ് അർജുനൻ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ. എന്താണ് ഭഗവാൻ പറയുന്നത്? 32ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ മറുപടി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ശ്രീ ഭഗവാൻ വാച കാലോസ്മി ലോകക്ഷേകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത തേഭിത്വാൻ ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിതാ പ്രത്യനീകേഷു യോധാ. എന്താണ് ഭഗവാൻ പറഞ്ഞത്? കാലോസ്മി ലോകക്ഷേകൃത് പ്രവൃദ്ധോ, പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ 2 കക്ഷിയിലും പെട്ട യോദ്ധാക്കൾ ഏവരും കൊല്ലപ്പെടും. ഭാവാർത്ഥം വായിച്ചോളൂ. മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭുജി. ശിവരാമൻ പ്രഭുജി വായിച്ചോളൂ. ശ്ലോകം വായിക്കണോ പ്രഭുജി? ശ്ലോകം വായിച്ചോളൂ, കുഴപ്പമില്ല. ശ്രീ ഭഗവാനുവാച ഹരേ കൃഷ്ണ. കാലോസ്മിൻ ലോകക്ഷേകൃതോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്താം ഹൃദേ അഭിന്ത്വാം ന ഭവിഷ്യന്തി സർവേ അവസ്ഥിതാം പ്രത്യനീകേഷു യോധാ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലനാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്.
നിങ്ങൾ പാണ്ഡവരെ ഒഴികെ രണ്ടു കക്ഷിയിൽപ്പെട്ട യോദ്ധാക്കളേവരും കൊല്ലപ്പെടും. ഭാവാർത്ഥം: ശ്രീ കൃഷ്ണൻ തന്റെ സുഹൃത്താണെന്നും ഭഗവാനാണെന്നും അർജുനന് അറിയാം. എങ്കിലും കൃഷ്ണന്റെ ഈ വിവിധ രൂപങ്ങൾ ദർശിച്ചപ്പോൾ അദ്ദേഹം അമ്പരന്നുപോയി. അതുകൊണ്ടാണ് ഈ സംഹാരശക്തി പ്രതിഭാസത്തിന്റെ യഥാർത്ഥ ദൗത്യം എന്തെന്ന് ചോദിക്കുന്നത്. പരമസത്യം എല്ലാ സൃഷ്ടികളെയും ബ്രാഹ്മണരെ പോലും നശിപ്പിക്കുന്നു എന്നാണ് വേദസിദ്ധാന്തം. കഠോപനിഷത്തിൽ പറയുന്നു. 1:2-25. യസ്യാം ബ്രഹ്മചരിത്രം ച ഉഭേ ഭവദ്ധ ഓധന മൃത്യുരസ്യോപസേജനം ഗായിതാം വേദയത്രസ്സ. ഒരിക്കൽ ബ്രാഹ്മണരും ക്ഷത്രിയരും മറ്റെല്ലാവരും പരമപുരുഷന് ഭക്ഷണമായിത്തീരും. സർവഭക്ഷകനായ ആ ഭഗവത് രൂപമാണ് ഇവിടെ കണ്ടത്. സംഹാരമൂർത്തിയായ കാലത്തിന്റെ വിടവ് എടുത്തിരിക്കുകയാണ് കൃഷ്ണൻ. പാണ്ഡവരൊഴികെ മറ്റു പോരാളികളെല്ലാം വധിക്കപ്പെടും. അർജുനന് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. യുദ്ധം ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് അർജുനൻ വിചാരിച്ചു. ഉണ്ടാവില്ലല്ലോ. എന്നാൽ അദ്ദേഹം പൊരുതിയില്ലെങ്കിലും ശരി, അവരെല്ലാം മരിക്കുക തന്നെ ചെയ്യുമെന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതാണ് ഭഗവാന്റെ നിശ്ചയം. അർജുനൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിലാവും ആ മരണം എന്നേയുള്ളൂ. മരണത്തെ തടയാൻ ആർക്കും ആവതില്ല. വാസ്തവത്തിൽ അവരിപ്പോഴേ മരിച്ചു കഴിഞ്ഞു. സംഹാരപരമാണ് കാലം. സകല പ്രതിഭാസങ്ങളും ഭഗവാന്റെ ഹിതമനുസരിച്ച് മറഞ്ഞു പോകണമെന്നത്രേ പ്രകൃതി നിയമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശ്രീരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ എന്താണ് ഭഗവാൻ പറഞ്ഞത്? കാലോസ്മി ലോക ക്ഷയകൃത് പ്രവൃദ്ധോ. ഞാൻ കാലമാണ്, കാലസ്വരൂപനാണ് ഞാൻ എന്ന് പറഞ്ഞു. സമയം അല്ലെങ്കിൽ കാലമാണ് എന്ന് പറഞ്ഞു. ആ കാലത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ലോകക്ഷേകൃത് പ്രവൃദ്ധോ. ആ കാലം ഏറ്റവും മഹത്തായിട്ടുള്ളതാണ്, പ്രവൃദ്ധമാണ്. പ്രവൃദ്ധം ഏറ്റവും മഹത്തായിട്ടുള്ളതാണ്. അതിന്റെ പ്രവൃത്തി എന്താണ്? ലോകക്ഷേകൃത്. ലോകത്തിനെ മുഴുവൻ സംഹരിക്കാൻ സാധിക്കുന്നതാണ് കാലം. ഭഗവാൻ പറയുന്നുണ്ട്, മൃത്യു സർവഹരശ്ചാഹം. ഞാൻ മൃത്യുവാണ്. എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന, എല്ലാവരെയും ഇല്ലാതാക്കുന്ന മൃത്യുവാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ ഭഗവാൻ പറയുന്നത്, ഞാൻ കാലമാണ്. കാലോസ്മി ലോക ക്ഷേകൃത് പ്രവൃദ്ധം. ഇത് ഭഗവാന്റെ മറ്റൊരു ഭാവമാണ്. ഭഗവാൻ കാലസ്വരൂപനായിട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് ആർക്കും, ഒരു വ്യക്തിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ആർക്കും ഒരു നിമിഷം പോലും കാലത്തിനെ മറികടക്കാൻ സാധിക്കുകയില്ല. അല്ല, അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സൈനിക മുഖ്യന്മാരും ഭഗവാന്റെ മുന്നിലെത്തി അവരുടെ ശരീരം വെടിഞ്ഞു എന്നാണ് പറയുന്നത്. കാലത്തിന്റെ മുന്നിൽ ആർക്കും, ഒരു വ്യക്തിക്കും, എല്ലാവരെയും കൊല്ലുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ കാലസ്വരൂപം. എല്ലാവരെയും കൊല്ലുന്ന വ്യക്തിയാണ് ഭഗവാന്റെ കാലസ്വരൂപം എന്ന് പറയുന്നത്. ശിലപ്രഭാതർ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നു ഹിറ്റ്ലർ എത്രയോ വ്യക്തികളെ കൊന്നു, ജൂതന്മാരെ കൊന്നു. പക്ഷെ ആ ഹിറ്റ്ലറെ കൊന്നത് ആരാണെന്ന് നമ്മൾ ആരും ചോദിക്കുന്നില്ല. ഹിറ്റ്ലറും മരിച്ചു, അല്ലേ? ഹിറ്റ്ലറെ കൊന്നത് ആരാണ്? എല്ലാവരെയും വധിക്കുന്നത് യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ്. മരണത്തിന്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയും. അർജുനൻ വിചാരിച്ചു, ഞാൻ ഈ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെല്ലാവരും രക്ഷപ്പെടും, അതുകൊണ്ട് അവരെ സംരക്ഷിക്കാം എന്ന് അർജുനൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്, ഭഗവാൻ നേരത്തെ ഇവരുടെ മരണം തീരുമാനിച്ചു കഴിഞ്ഞു. അവരുടെ സമയം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഭഗവാന്റെ പദ്ധതി ആയതുകൊണ്ട് അർജുനൻ വധിച്ചിട്ടില്ലെങ്കിലും അവർ തീർച്ചയായിട്ടും വധിക്കപ്പെടും. അതാണ് ഭഗവാന്റെ പദ്ധതി. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് തന്നെ. ഭൂമിയുടെ ഭാരം ഭഗവാന്റെ ഭക്തന്മാരല്ലാത്ത ജനസമൂഹം വർദ്ധിക്കുന്ന സമയത്ത്, ഭഗവാനെ മറന്നുകൊണ്ടുള്ള ജീവിതം കൂടുന്ന സമയത്ത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമി. ഭഗവാനെ മറന്ന് ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭഗവാൻ കാലസ്വരൂപനായിട്ട് അവരെ നശിപ്പിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. വിനാശായച്ച ദുഷ്കൃതം. അപ്പം ഭഗവാനെ മറന്നുള്ള ജീവിതമല്ല യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഭൂമിയിൽ
ജനിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനായി കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിക്കാനുമാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് മറന്നുകൊണ്ട് ജനങ്ങൾ ജീവിക്കുന്ന സമയത്ത് കാലസ്വരൂപനായിട്ട് ഭഗവാൻ വന്ന് ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് പല രൂപത്തിൽ വരാം. ഇപ്പോൾ വന്നിട്ടുള്ളത് യുദ്ധത്തിന്റെ രൂപത്തിലാണ്, അല്ലെ? യുദ്ധത്തിന്റെ രൂപത്തിൽ കാലസ്വരൂപനായിട്ട് ഭഗവാൻ വന്നു. ചിലപ്പോൾ അസുഖങ്ങളുടെ വലിയ പകർച്ചവ്യാധികളായിട്ടും വലിയ പ്രകൃതി ദുരന്തങ്ങളായിട്ടും ഭൂമി കുലുക്കമായിട്ടും സുനാമിയായിട്ടും ഒക്കെ കാലസ്വരൂപനായിട്ടും ഭഗവാൻ പല സമയത്തും പ്രത്യക്ഷമാകാറുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലസ്വരൂപമാണ് ഇപ്പോൾ നീ കാണുന്നത് എന്ന് അർജുനന് പറഞ്ഞു കൊടുത്തു. എന്താണ് ഉദ്ദേശം എന്നും പറഞ്ഞു കൊടുത്തു. എന്താണ്? ലോകാൻ സമാഹർത്തും ഇഹ പ്രവൃത്ത. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരെയും സംഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഒരുമിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിട്ടുള്ളത് എന്നുള്ള ഭഗവാന്റെ ഉദ്ദേശവും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി പാണ്ഡവരൊഴികെ ഹൃദയഭിത്വാം ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിത പ്രത്യഗ്നികേഷു യോധ. ഇവിടെ വന്നിട്ടുള്ള പാണ്ഡവപക്ഷത്തിലുള്ളവരൊഴികെ ത്വം ഹൃദയ, നീ ഒഴികെ, നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയും നിന്റെ സഹോദരന്മാരും ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടും. പാണ്ഡവപക്ഷത്തിലാണെങ്കിലും കൗരവപക്ഷത്തിലാണെങ്കിലും എല്ലാവരുടെയും അവസാനമാണ് ഈ യുദ്ധം എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. കാരണം ഭഗവാന്റെ ഉദ്ദേശം, ഭഗവാൻ അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഉപനിഷത്തിൽ നിന്നുള്ളൊരു ശ്ലോകം, കഠോപനിഷത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം ഇവിടെ ശില പ്രഭാകര ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട്. യസ്യ ബ്രഹ്മചത്രം ച ഉഭേ ഭവത ഓധന മൃത്യുരസ്യോപസേചനം വേദായത്ര സ. ബ്രഹ്മാവും ഭഗവാൻ സൃഷ്ടിച്ചതാണ് ബ്രാഹ്മണന്മാരെയും ക്ഷത്രിയന്മാരെയും എല്ലാം. അവരെല്ലാവരും ഭഗവാന്റെ ഭക്ഷണമായി തീരും എന്ന് പറയും. ഭഗവാൻ എല്ലാവരെയും, ഒരാളൊഴികെ എല്ലാവരെയും ഭഗവാന് ഭക്ഷിക്കാൻ സാധിക്കും. കാലസ്വരൂപനായിട്ട് വരുന്ന സമയത്ത് ഭഗവാന്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയും. അതുകൊണ്ട് നീ മടിച്ചു നിൽക്കാതെ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. അതാണ് നിന്റെ ധർമ്മം എന്ന് വീണ്ടും ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ രാജ്യം സമൃദ്ധം മയ്യൈവേദേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചി. ആ ശ്ലോകം കൂടി നമുക്ക് വായിക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രഭുജി വായിച്ചാലോ? യെസ്, വായിച്ചോളൂ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് ത്വം ഉത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ രാജ്യം സമൃദ്ധം മയാ ഏവ ഏതേ നിഹതാം പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ് നേടാൻ തയ്യാറാകൂ, ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നുകഴിഞ്ഞു. നീ കേവലം ഒരായുധമാവുന്നതേയുള്ളോ സവിസാജിൻ. ഭാവാർത്ഥം. അമ്പെയ്യുന്നതിൽ അതിവിദഗ്ധനായവനത്രേ സവ്യസാജി. ശത്രു സംഹാരത്തിന് കഴിവുള്ളവനാണ് അർജുനൻ എന്ന് ഈ പേര് സൂചിപ്പിക്കുന്നു. നിമിത്തമാത്രം, ഉപകരണം മാത്രമാവുക എന്നർത്ഥം. ഈ വാക്കും അർത്ഥവത്താണ്. ഭഗവാന്റെ പരിപാടി അനുസരിച്ച് ഈ പ്രപഞ്ചമൊട്ടാകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിപാടിയുമില്ലാതെയാണ് ഈ നീക്കമെന്ന് അറിവില്ലാത്ത മൂഢന്മാർ മാത്രമേ കരുതുകയുള്ളൂ. എല്ലാ പ്രതിഭാസങ്ങളും ആകസ്മിക സംഭവങ്ങളാണെന്ന് അവർ കരുതുന്നു. അങ്ങനെയായിരിക്കണമെന്നോ ആവാമെന്നോ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയപ്പെടുന്നവർ അഭിപ്രായപ്പെട്ടേക്കാം. എന്നാൽ ഇവിടെ ഈ സംശയത്തിന് ഇടമില്ല.
തന്നെ ഭൗതിക പ്രപഞ്ചത്തിൽ ഒരു നിശ്ചിത പരിപാടിക്കനുസരിച്ചാണ് എന്തും സംഭവിക്കുന്നത്. എന്താണ് ആ പരിപാടി? ബദ്ധരായ ജീവാത്മാക്കൾക്ക് സ്വധാമായ ഭഗവത് പദത്തിലേക്ക് തിരിച്ചെത്താൻ അവസരം കൊടുക്കുകയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഉദ്ദേശം. ഭൗതിക പ്രകൃതിക്ക് മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്ന പ്രവണത അവരിൽ നിലനിൽക്കുന്നു. കാലത്തോളം ആത്മാക്കൾ ബദ്ധരാണ്. ഭഗവാന്റെ പരിപാടി എന്തെന്ന് മനസ്സിലാക്കി കൃഷ്ണാവബോധം പുലർത്തിപ്പോരുന്നവരത്രേ ഏറ്റവും ബുദ്ധിമാൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരങ്ങൾ കൃഷ്ണന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധവും കൃഷ്ണന്റെ പരിപാടിയുടെ നിർവഹണമത്രേ. അർജുനൻ യുദ്ധത്തിന് എതിരാണ് എങ്കിലും ഭഗവാന്റെ ഹിതമനുസരിച്ച് അദ്ദേഹത്തിന് പൊരുതേണ്ടി വരും. അങ്ങനെ അദ്ദേഹം സന്തുഷ്ടനാവും. കൃഷ്ണാവബോധം തികഞ്ഞ് ഭഗവത് സേവന നിരതനാകുന്ന ആളാണ് പൂർണ്ണ മനുഷ്യൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാം പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ പദ്ധതിയെ കുറിച്ച് അർജുനന് വെളിപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല ഭഗവാന്റെ പദ്ധതിയിൽ ഒരു അംഗമായി ചേരാൻ ഭഗവാൻ അർജുനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാനുള്ള ചാൻസ് നിമിത്തമാത്രം ഭവ സവ്യസാചി. യുദ്ധം നടക്കും. യുദ്ധത്തിൽ കൗരവരെല്ലാവരും കൊല്ലപ്പെടും. പാണ്ഡവപക്ഷം വിജയിക്കും. അതിനുശേഷം പാണ്ഡവർക്ക് ആ രാജ്യം, സമൃദ്ധമായിട്ടുള്ള രാജ്യം, ചിത്വാ ശത്രും ഭുങ്ക്ഷ രാജ്യം സമൃദ്ധമായിട്ടുള്ള രാജ്യം ഭരിക്കുകയും ചെയ്യാം. ഇതാണ് ഭഗവാന്റെ പദ്ധതി. അപ്പൊ ധാർമ്മികരായിട്ടുള്ള വ്യക്തികൾ, ഭഗവാനെ അനുസരിക്കുന്ന വ്യക്തികൾ രാജ്യം ഭരിക്കണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹം. അതുകൊണ്ട് അർജുനനെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തീരുമാനിക്കുന്നത്. ഇവിടെ ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാന്റെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നു. നമ്മുടെ ബുദ്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്? ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച ഭഗവാന്റെ ഉദ്ദേശം എന്താണ് ഭഗവാൻ എന്നെ സൃഷ്ടിച്ചത് കൊണ്ടും ഈ പ്രകൃതിയെ സൃഷ്ടിച്ചത് കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. നേരത്തെ അർജുനൻ ചോദിച്ചോ എന്താണ് അങ്ങയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഇവരെ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിൽ നിനക്കൊരു പങ്കാളിയാകാം. നിമിത്തമാത്രം ഭവ സവ്യസാചി. അതിന്റെ ക്രെഡിറ്റ് ഒക്കെ നിനക്ക് കിട്ടും. ഏതായാലും ഇവര് മരണപ്പെടാൻ പോകുന്ന വ്യക്തികളാണ്. യുദ്ധം നടക്കാൻ പോവുകയാണ്. നിനക്ക് വേണമെങ്കിൽ അതിലൊരു പങ്കാളിയാകാം. ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാം. ഓരോ സമയത്തും ഭഗവാന് പദ്ധതികളുണ്ട്. യാതൊരു പദ്ധതിയും ഇല്ലാതെ ആണ് ലോകം പോകുന്നത് എന്ന് പറയുന്നത് അസുരന്മാരാണ്. അനിത്യം എന്നാണ് അവർ പറയുന്നത്. അസത്യം അപ്രതിഹതം ജഗതാഹു അനീശ്വരം. ഈ ജഗത്തിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഇവിടെ ഈശ്വരനൊന്നുമില്ല. അതങ്ങനെ പോവുകയാണ്. കിമന്നേ കാമഹൈതുകം. നമ്മുടെ മനസ്സിന് തോന്നിയതുപോലെ ചെയ്യുക, ഇതാണ് ഉദ്ദേശം. വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല എന്ന് അസുരന്മാർ പറയുന്നു. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാർക്കറിയാം, ഭഗവാന് വ്യക്തമായിട്ടുള്ള പദ്ധതികളുണ്ട്. ഓരോ സമയത്തും ഓരോ പദ്ധതികളുണ്ട്. ഈ സമയത്തുള്ള പദ്ധതി എന്താണ്? യുദ്ധം ചെയ്യുക, ദുഷ്കൃതികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ പദ്ധതി. ഇപ്പോൾ അർജുനനും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്യാം? ആ പദ്ധതിയിൽ പങ്കെടുക്കാം. അങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു അവസരം അർജുനന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഭഗവാൻ വേണമെങ്കിൽ അർജുനന്റെ സഹായമില്ലാതെ തന്നെ ഇതെല്ലാം ചെയ്യാം. ആരുടെയും സഹായം ആവശ്യമില്ല. ഭഗവാന്റെ ഒരു പല്ല് മാത്രം മതി ഈ ലോകത്തിനെ മുഴുവൻ ഇല്ലാതാക്കാൻ എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. പക്ഷെ അർജുനന് ഭഗവാൻ ഒരു ചാൻസ് കൊടുക്കുകയും ചെയ്തു. ഇതുപോലെ ശ്രീരാമചന്ദ്ര ഭഗവാന് വേണമെങ്കിൽ ലങ്കയിലേക്ക് ഒരു കാലെടുത്ത് വെക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലേ? മുൻ സമയത്ത് ഭഗവാൻ വാമനമൂർത്തിയായി വന്ന സമയത്ത്, ത്രിവിക്രമനായിട്ട് വന്ന സമയത്ത് 3 അടി കൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ അളന്നിട്ടുള്ള വ്യക്തിയാണ്. 3 സ്റ്റെപ്പ് മാത്രം എടുത്തു വെച്ചാൽ മതി ഈ ലോകം മുഴുവൻ മറികടക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു പ്രപഞ്ചം മുഴുവൻ മറികടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഭഗവാനാണ് ലങ്കയിലേക്ക് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ വേണ്ടി പാലം നിർമ്മിക്കുന്നത്.
ഭഗവാനെ യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ എല്ലാവർക്കും ഭഗവാനെ സേവിക്കാൻ ഒരു അവസരം കൊടുക്കുക എന്നതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവത് സേവനം നൽകുക എന്നുള്ളതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. അതേപോലെ ഇവിടെ ഭഗവാന് വേണ്ടിയുള്ള സേവനം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനം. അത് ഭഗവാൻ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. തസ്മാത്വം ഉത്തിഷ്ഠ യശോ ലഭസ്വ, നീ യശസ് നേടുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് ഭഗവാൻ പറഞ്ഞു. കലിയുഗത്തിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ടായിരുന്നു. കലിയുഗത്തിൽ ഭഗവാൻ അവതരിച്ചു ഭഗവാന്റെ പദ്ധതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പദ്ധതിയിൽ ഭാഗഭാക്കാവുക എന്നുള്ളത് എന്താണ്? ആ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുക തന്നെയാണ്. ഭഗവാന് വേണ്ടി നിമിത്തമാകാൻ അവസരം എല്ലാവർക്കും ഉണ്ട്. നമ്മൾക്ക് ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഈ മോഡേൺ യുഗം എന്ന് പറയുന്ന ഈ കലിയുഗത്തിൽ ജീവിക്കുന്നവർക്കും ഭഗവാൻ പദ്ധതി കൊടുത്തിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ച സമയത്ത് ഭഗവാന്റെ പദ്ധതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഭാരതത്തിൽ ജനിച്ചവർക്ക് വേണ്ടിയുള്ള പദ്ധതി എന്താണ്, ലോകത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി എന്താണെന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? എന്താണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പദ്ധതി? ഹരികൃഷ്ണ മന്ത്രം പ്രചരിപ്പിക്കുക. യെസ്, ഭഗവാൻ പറയുന്നുണ്ട്, പൃഥ്വീചേ ആക്ഷേ നഗരാധിഗ്രാമം സർവത്ര പ്രചാര വൈഭയമരനാമ. ഭഗവാൻ നമ്മളോട് യുദ്ധം ചെയ്യാനൊന്നും പറയുന്നില്ല അല്ലെ? കലിയുഗത്തിൽ ഓൾറെഡി എല്ലാവരും മരിച്ചു കഴിഞ്ഞു. ആർക്കും ആത്മീയമായിട്ടുള്ള ജീവനില്ല. ആത്മീയമായിട്ട് എല്ലാവരും മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ ഉണർത്താനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ജീവിജാഗവും എല്ലാ ജീവാത്മാക്കളെയും ഉണർത്തി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ പദ്ധതി വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പൃഥ്വീചേ ആച്ചേ നഗരാധിഗ്രാമ സർവത്ര പ്രചാര വൈഭയമരനാമ. ഭൂമിയിൽ എവിടെയാണെങ്കിലും, ഗ്രാമത്തിലും നഗരത്തിലുമാണെങ്കിലും, ഇനി അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രചാരം, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കണം. അതാണ് നമ്മൾക്ക് ഭഗവാന്റെ പദ്ധതിയിൽ ഭാഗമാകാനുള്ള ഒരു പദ്ധതി, ഭഗവാന്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ആ പദ്ധതി മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് ഇവിടെ ശിലപ്രഭാകരൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഭാഗവതത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. ഭഗവാന്റെ പദ്ധതി മനസ്സിലാക്കി ഭഗവാന്റെ സങ്കീർത്തന യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർ ബുദ്ധിമാന്മാരാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സുമേധസ യജന്തിഹി സുമേധസ യജ്ഞേ സങ്കീർത്തനപ്രായേ കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാംഗാസ്ത്രപർഷത യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തിഹി സുമേധസ എന്ന് അവിടെ പറയും. ബുദ്ധിമാൻ, കലിയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ഭഗവാന്റെ ഈ പദ്ധതി മനസ്സിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? യജ്ഞത്തിൽ, നാമസങ്കീർത്തന യജ്ഞത്തിൽ പങ്കെടുക്കും. നാമസങ്കീർത്തന യജ്ഞം പ്രചരിപ്പിക്കുകയും ചെയ്യും എന്ന് പറയും. അങ്ങനെ ബുദ്ധിമാന്മാരായിട്ട് അവര് ഭഗവാന്റെ പദ്ധതിയിൽ പങ്കെടുത്ത് ഭഗവാന്റെ ലീലയിൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ പങ്കെടുത്ത് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അതാണ് കലിയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് എന്ന് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു ഭാരതത്തിൽ ജനിച്ചവർക്ക് പ്രത്യേക ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ പുണ്യമുള്ളവരാണ് ഭാരതത്തിൽ ജനിച്ചിട്ടുള്ളത്. മറ്റു രാജ്യത്തിലുള്ളവര് പോലെയല്ല. അവർക്ക് ഗുരുക്കന്മാരാകാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഭാരതഭൂമിയിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ജന്മസാർത്ഥകരി കരോ പരോപകാര എന്നാണ് പറയുന്നത്. നമ്മളെ ജന്മം സ്വയം സാർത്ഥകമാക്കണം. എങ്ങനെ? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നിരന്തരം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഭവമഹാദാവാത്തി നിർവാപണം, നമ്മുടെ ഉള്ളിലുള്ള കാട്ടുതീ, ഉത്കണ്ഠ, ടെൻഷൻ, കലിയുഗത്തിന്റെ ദോഷങ്ങൾ, ഇതെല്ലാം ഇല്ലാതാക്കും. അപ്പോൾ നമ്മുടെ ജന്മം സാർത്ഥകമാകും. നമ്മൾക്ക് മനസ്സിലാകും ഇത് തന്നെയാണ് സത്യം. ഭഗവാൻ ഇവിടെ പറയുന്നതൊക്കെ വളരെ സത്യമാണ് എന്ന് അർജുനന് ബോധ്യപ്പെട്ടതുപോലെ നമ്മൾക്കും ബോധ്യപ്പെടും. സർവമേത ഋതം മന്യേ എന്ന് പറഞ്ഞതെല്ലാം സത്യമാണ്. ആ ബോധ്യപ്പെട്ട സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതാണ്. ഇതൊരു കഥയല്ല, ഇത് പണ്ടാരോ എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവമല്ല, ഇത് വളരെ കൃത്യമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമാണ്
ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ അവരുടെ ജീവിതത്തിലും വലിയ സന്തോഷമുണ്ടാകും, വലിയ മാറ്റമുണ്ടാകും എന്ന് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. ജന്മ സാർത്ഥക കരി കരു പര ഉപകാരം. ആദ്യം നമ്മൾക്ക് ബോധ്യപ്പെടണം, അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അഭ്യാസേനത് കൗന്ദേയ അല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾക്ക് ബോധ്യപ്പെടും. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ബോധ്യത്തോടു കൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ബോധ്യത്തോടു കൂടി പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്, ശീലപ്രഭുപാദർ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ലോകത്തിന് മുഴുവൻ ഇത്രയും മാറ്റം ഉണ്ടായിട്ടുള്ളത്. ശീലപ്രഭുപാദർ പറയുന്നത്, ഞാൻ ഒരു വ്യക്തി ചെയ്തപ്പോൾ തന്നെ ഇത്രയും മാറ്റം ഉണ്ടായി. അപ്പൊ ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ചെയ്യണമെന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പോൾ ലോകം എത്ര മാറും? നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ലോകം താഴോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ടെടുത്ത് നമ്മൾ ഭഗവാന് വേണ്ടി അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനോടും ഭഗവാൻ അങ്ങനെ പറഞ്ഞു, നിമിത്ത മാത്രം ഭവ സവ്യസാചി. നീ എന്റെ പദ്ധതിയിലെ ഒരു നിമിത്തമാവുക, നിനക്ക് എല്ലാവിധ വിജയവും ഉണ്ടാകും എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു. അപ്പോൾ അർജുനൻ യഥാർത്ഥത്തിൽ ബുദ്ധിമാനായിരുന്നു. അർജുനൻ അത് അതേപടി ഏറ്റെടുത്തു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. കരിഷ്യേ വചനന്തവ എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഭഗവാന്റെ പദ്ധതി അതേപടി ഏറ്റെടുക്കുന്നത് യാതൊരു സംശയം അർജുനന് ഉണ്ടായിരുന്നില്ല. നഷ്ടോ മോഹ സ്മൃതി ലബ്ധ. എന്റെ എല്ലാവിധ സംശയങ്ങളും തീർന്നു, എനിക്ക് യാതൊരു സംശയമില്ല. സ്ഥിതോസ്മി ഗതസന്ദേഹം. എന്റെ മനസ്സ് സ്ഥിതമായി, എല്ലാ സംശയങ്ങളും ഒഴിഞ്ഞു പോയി. കരിഷ്യേ വചനം തവ. അങ്ങ് പറഞ്ഞതെല്ലാം എല്ലാവർക്കും, ലോകത്തിന് മുഴുവൻ മംഗളകരമായിട്ടുള്ള കാര്യമാണ്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് അർജുനൻ തീരുമാനിച്ച് ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. അതേപോലെ എല്ലാവർക്കും ഭഗവാന്റെ നാമപ്രചരണത്തിനുള്ള അവസരവുമുണ്ട്. നമ്മൾക്ക് അതേപടി വലിയ കാര്യമൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ശ്രീരാമചന്ദ്ര ഭഗവാൻ പാലം കെട്ടുന്ന സമയത്ത് കണ്ണന്മാരും ചിലന്തികളും ഒക്കെ പറവകളും ഒക്കെ ഭഗവാനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ സേവനത്തിൽ ഭഗവാൻ വലിയ സന്തുഷ്ടിയാണ്. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷപ്പെടാം, മഹതോ ഭയ, വലിയ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത ശ്ലോകം നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.